ശ്രമിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എന്താ പറയുക പ്രചോദനമായിട്ട് ഗുഡെന്നോ അല്ലെങ്കിൽ പോരാന്നോ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ്. കാരണം പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ വേണ്ടത്, എങ്ങനെയാണ്, അന്നേരത്തിന് എൻ്റെ ഡയറക്ടർ എനിക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഞാനത് ചെയ്ത് കഴിയുമ്പോൾ അതേ ഹാപ്പിയാവും. ഒരു ശ്രമം എൻ്റെ ഡയറക്ടർ പറഞ്ഞു തരുന്നു, റൈറ്റർ പറഞ്ഞു തരുന്നു, അസോസിയേറ്റ്സ് പറഞ്ഞു തരുന്നു. ഇതൊക്കെ നമ്മളൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടു അവരുടെയൊക്കെ അതെന്നല്ലെങ്കിൽ അത് വന്നു. പിന്നെ ഇവരിൽ നിന്നൊക്കെ ഈ ഡയറക്ടേഴ്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡയറക്ടറാണ്. ഞാൻ പഴയ ക്ലാസ്സാണ്, എനിക്ക് ഡയറക്ടറാണ്. എൻ്റെ ആ ഡയറക്ടർ എന്നോട് പറയുന്നു അതെങ്ങനെയാണ് കേട്ടോ ലാലു ചേട്ടാ, ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ അല്ലെ ലാലു അല്ലെ എടാ എന്നൊക്കെ വിളിക്കുന്നവരാണ് എനിക്ക് കൂടുതൽ പേര്. ആ സീൻ ഇന്നതാണ് അല്ലെ ഇന്നതാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ്. അന്നേരം അത് എന്നിട്ട് ഞാൻ ഒന്ന് നമുക്ക് നോക്കാം. നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ വെരി ഗുഡ് എന്ന് പറയും, നമുക്കെടുക്കാം. ചിലപ്പോൾ അത് പറയും അതല്ല അത് ഇങ്ങനെയും കൂടെ ആയാൽ എങ്ങനെയുണ്ടാവും, അത് ശരിയാ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നു. അന്നേരം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം എൻ്റെ ഡയറക്ടറാണ്. എൻ്റെ ഡയറക്ടർ ആ ആദ്യ കാലഘട്ടം മുതൽ എന്നെ മോൾഡപ്പ് ചെയ്ത് എൻ്റെ മിസ്റ്റേക്കുകൾ ശരിയല്ല അല്ലെ അങ്ങനെയല്ല ഡെലിവറി ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട് ഈ കഴിഞ്ഞ സിനിമകളിലെല്ലാം. അവിടുന്നാണ് ഈ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായി എന്നിപ്പോൾ അങ്ങ് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയുകയാണെങ്കിൽ എനിക്കതേ പറയാനുള്ളൂ. അല്ല ഞാനായിട്ട് തന്നെ അതിനെക്കുറിച്ച് ഒബ്സർവേഷൻ നടത്തി അല്ലെങ്കിൽ ഞാൻ മറ്റേ കുറേ സിനിമകൾ കണ്ടു അതിൻ്റെ പേരിൽ അവിടുന്ന് ഞാനൊരു ഒരു രൂപാന്തരം മാതിരി മാറി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ആ ക്യാരക്ടർ എന്താണ് എന്ന് ഒബ്സർവ് ചെയ്യും. ആ ക്യാരക്ടറിനെ അയാൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ, അതെന്തായിരിക്കും, അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും ലൊക്കേഷനിൽ. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഷോട്ട് വരുമ്പോഴേക്കും ഞാനത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എന്താ പറയുക പ്രചോദനമായിട്ട് ഗുഡെന്നോ അല്ലെങ്കിൽ പോരാന്നോ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ്. കാരണം പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ വേണ്ടത്, എങ്ങനെയാണ്, അന്നേരത്തിന് എൻ്റെ ഡയറക്ടർ എനിക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഞാനത് ചെയ്ത് കഴിയുമ്പോൾ അതേ ഹാപ്പിയാവും. അന്നേരം ഇതിൻ്റെ എല്ലാം ഒരൊറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം, അല്ലാതെ ഒന്നുമില്ല. ഈ ഇതിൽ തന്നെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. നായകനും വില്ലനും ആണെന്ന് നമ്മൾ കാണുമ്പോഴും ഇവർക്കിടയിൽ ഈ പറയുന്ന ഒരു തരം കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണല്ലോ സിനിമ എന്നുള്ള കളക്റ്റീവിലും അങ്ങനെ ഒരു ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അത് ഭയങ്കര രസകരമായൊരു നമ്മുടെ ഈ സിനിമ തന്നെ എടുക്കാം. നമ്മുടെ ഈ സിനിമ ബ്രോഡാഡി തന്നെ ഇരിക്കാം. പ്രതിഭാസമ്പന്നൻ സൂപ്പർ സ്റ്റാർ ഇന്ത്യ കണ്ട ദി ബെസ്റ്റ് ആക്ടറിൽ ഒരാളായ മോഹൻലാൽ. ആ മോഹൻലാലിൻ്റെ കോൺട്രിബ്യൂഷനും അല്ലെ ആ മോഹൻലാലിൻ്റെ സപ്പോർട്ടും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പുഷും എനിക്കിന് വേണ്ടി നിന്ന് തന്നതും എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെയാ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഹീറോ ആയതുകൊണ്ട് എടുത്തു പറയുന്നു. ബാക്കി ഓരോരുത്തരും എടുത്താൽ എൻ്റെ കൊളീഗ്സ് ആയിട്ട് എൻ്റെ കൂടെ ആ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് തന്നിട്ടുള്ള ഒരു ഫീഡുണ്ട്, അവർക്ക് ഞാനും കൊടുക്കുന്നു. ഇതൊരു ഒരു മ്യൂച്വലാണ്. അന്നേരം അവരെയൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ദ ഹോൾ ക്രൂ. അന്നേരം ഇതെല്ലാം കൂടെ ഒത്തുവരുന്നതാണ്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു സീനിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിനു മുമ്പേ തമാശ പറയും, അല്ലെ ചിലപ്പോൾ ഒന്ന് പിണങ്ങും, അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും. ഇതൊക്കെ ഉണ്ടെങ്കിലും സീനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു എന്താ പറയുക റിയൽ ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും മനസ്സിലായില്ലേ, അഭിനയം എനിക്ക് സിദ്ധിച്ച ദൈവിക അനുഗ്രഹമാണ് അല്ലെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് എന്ന് വിചാരിക്കുന്ന ഏതൊരു ആക്ടറും സീൻ എന്ന് പറയുമ്പോൾ എല്ലാം മാറി. പിന്നെ അയാൾ ആ സീൻ ഗംഭീരമാക്കാൻ വേണ്ടി അതിലാരാണ് ആ സീനിൽ ആരാണ് സ്കോർ ചെയ്യേണ്ടത്, ഇന്ന സീനിൽ ആരാണ് വരേണ്ടത് എന്നെല്ലാം ബോധ്യമുണ്ട്. അതനുസരിച്ച് എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കുകയുള്ളൂ.